എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, അപ്പോൾ പള്ളി പോയിച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇന്നൊരു ചക്ക എരിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രീസറിലിരുന്ന ചക്ക കേട്ടോ, നാളെ ചക്ക ഇറച്ചിയും വെച്ചില്ലേ, അതിൻ്റെ ചക്ക ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചക്ക എരിശ്ശേരി വയ്ക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചക്ക ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതി, കാരണം ഈ ചക്ക ഫ്രീസറിലിരുന്ന് വെള്ളമുണ്ടല്ലോ. പിന്നെ അതെ, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മതി. പിന്നെ വേണ്ടത് തേങ്ങയും കുറച്ച് ഒരു പിഞ്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളി, ഇവനും കൂടി നമുക്കങ്ങോട്ട് ഒതുക്കിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് തേങ്ങ വറുത്താണ് ഇതിൻ്റെ കൂടെ ചേർക്കണം. തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം കൂടെയും വറുത്ത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് 1-2 വിസിൽ വരട്ടെ. ശരിയല്ലേ, അപ്പോൾ ശരിക്കും ഉടയ്ക്കണമല്ലോ, ഉടഞ്ഞ് വരും. ചക്ക ഒരു വിസിൽ കേട്ടു കേട്ടോ, ഒന്നുകൂടെ കേൾക്കട്ടെ. ഒരു വിസിൽ കേട്ടു. അപ്പോൾ ഇനി അത് ഒന്നുകൂടെ കേട്ടാൽ നമുക്ക് വാങ്ങി വെച്ചിട്ട് ഇത് തേങ്ങ വറുത്തെടുക്കാം. നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. തേങ്ങ വറുക്കാനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എരിശ്ശേരിക്ക് എപ്പോഴും വെളിച്ചെണ്ണ കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2-3 ആയാലും കുഴപ്പമില്ല, വറ്റൽമുളക് നല്ലതാണ്. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി എന്തോരം ചെന്നാലും നല്ലതാട്ടോ, ചുമന്നുള്ളിയല്ലേ. വട്ടത്തിലരിഞ്ഞ് എരിശ്ശേരിക്ക് എപ്പോഴും അങ്ങനെ ചെയ്യണം. ഇതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മാത്രം മഞ്ഞൾപ്പൊടി, അതും കൂടെ ഇട്ട്, കാരണം ചക്കയ്ക്ക് അത്യാവശ്യം എരിവൊന്നും വേണമല്ലോ. അത്യാവശ്യമല്ല, ചക്കയ്ക്ക് എരിവ് കുറച്ച് മതി. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. ഒരു തണ്ട് കറിവേപ്പില, വെളിച്ചെണ്ണ പോരാങ്ങ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. തേങ്ങ വറുത്ത് ഞാൻ വാങ്ങിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ചക്ക എന്തായത് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ചക്ക ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറുത്തരച്ച തേങ്ങയും മുളകും ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ.
വെള്ളം കുറച്ചുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം. ഒന്നുകൂടെ ആ വെള്ളം ഒന്ന് ചൂടാവണ്ടേ. അപ്പോൾ അതിലേക്ക് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിലേക്ക് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ. ആ വെള്ളം ഒന്ന് ചൂടാവണം. അതിൻ്റെ അത്രയും ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചക്ക ഇവിടെ വെന്തു റെഡി ആയിട്ടോ. ദേ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ചക്കയരിശ്ശേരി ഞാൻ പറയുന്നതല്ലല്ലോ അതിൻ്റെ ഇത്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാട്ടോ. ഞാൻ വെച്ചതും കൊണ്ട് ഞാൻ പറയണതല്ല, അടിപൊളിയാണ്. തേങ്ങ വറുത്തിട്ടായിട്ട് തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ കടല ഒലത്തിയതുണ്ട്. കടല ഒലത്തിയതും ഈ ചക്കയും ഞാൻ ഒന്ന് കഴിക്കും. അച്ഛൻ വന്നിട്ടില്ല പള്ളിയിൽ നിന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ.